നമസ്കാരം. ഏവർക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 21, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഡിസംബർ മാസത്തെ 4ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്മസ് ഹോളിഡേ, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് തുടങ്ങി പ്രധാനമായും 8 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായ ആദ്യ 4 ട്രേഡിംഗ് സെക്ഷനിലുണ്ടായ നഷ്ടങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും വീക്കിലി ബേസിസിൽ 0.3% നഷ്ടം നിഫ്റ്റിക്ക് നേരിടേണ്ടതായിട്ടും വന്നു. എങ്കിലും ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ആദ്യമായി തന്നെ ക്രിസ്മസ് അവധികളായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇന്ത്യൻ മാർക്കറ്റിന് ഈ വരുന്ന ആഴ്ചയിൽ ആകെ 4 ട്രേഡിംഗ് സെക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡിസംബർ 25 ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. കൂടാതെ US മാർക്കറ്റിൽ ഡിസംബർ 24 നേരത്തെ വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് തുടർന്ന് 25 വരെ ഹോളിഡേ ആയിരിക്കും. പിന്നീട് 26 തീയതിയോടുകൂടിയേ US മാർക്കറ്റുകൾ വീണ്ടും വ്യാപാരം ആരംഭിക്കുകയുള്ളൂ. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജർമ്മൻ മാർക്കറ്റിന് ഡിസംബർ 24, 25 തീയതികളിൽ UK, ഫ്രാൻസ്, ഓസ്ട്രേലിയൻ മാർക്കറ്റ്സ് 24 തീയതി നേരത്തെ വ്യാപാരം അവസാനിപ്പിച്ച് മാർക്കറ്റ് ക്ലോസ് ആകും. വീണ്ടും 26 തീയതിയെ വ്യാപാരം പുനരാരംഭിക്കുകയുള്ളൂ. ഇതിനു പുറമെ UK, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കനേഡിയൻ മാർക്കറ്റുകൾ ബോക്സിംഗ് ഡേയോടനുബന്ധിച്ച് ഡിസംബർ 26 അവധി തുടരുകയും ചെയ്യും. ഈ ആഴ്ചയിൽ അമേരിക്ക ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റുകളും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള അവധിയിലായതിനാലും മാത്രമല്ല ഒട്ടുമിക്ക ഫണ്ട് ഹൗസുകളുടെയും ഫണ്ട് മാനേജേഴ്സും ക്രിസ്മസ് അവധിയിലേക്ക് പോകുമെന്നുള്ളതിനാൽ തന്നെ ഈ വരുന്ന ആഴ്ചയിൽ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം എന്തെങ്കിലും കാര്യമായ നെഗറ്റീവ് ന്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ മാർക്കറ്റിൽ വലിയ ആക്ടിവിറ്റി ഒന്നും കൂടാതെ നിശ്ചലമായ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള ചാൻസുകളാണ് ഏറെയും ഉണ്ടാവുക. നാളെ, അതായത് ഡിസംബർ 22 മുതൽ സെൻസെക്സ് ഇൻഡെക്സിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്റർഗ്ലോബ് ഏവിയേഷനെ ആഡ് ചെയ്യും. ഇതിനു പുറമെ BSE 500 ഇൻഡെക്സിലേക്ക് പുതിയ 32 സ്റ്റോക്കുകളും കൂടി ആഡ് ചെയ്യും. അതിൽ പ്രധാനമായും ITC ഹോട്ടൽസ്, റിലയൻസ് പവർ തുടങ്ങി 32 സ്റ്റോക്കുകളാണ് SME ഇൻഡെക്സിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ നാളെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കുകളുടെ റീസ്ട്രക്ചറിംഗിന്റെ പ്രതിഫലനം പ്രതീക്ഷിക്കേണ്ടതായിട്ടും വരും. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യത്തെ 2 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി സെല്ലേഴ്സ് ആയിരുന്നെങ്കിലും ബുധനാഴ്ച 1100 കോടി രൂപയ്ക്ക് മുകളിൽ ബൈ നടത്തി. കൂടാതെ വ്യാഴാഴ്ച 595 കോടി രൂപയ്ക്ക് മാത്രമേ ബൈങ് നടത്തുകയുണ്ടായുള്ളൂ. എന്നാൽ വെള്ളിയാഴ്ച ആയപ്പോൾ വീണ്ടും ബൈങ്ങിന്റെ എമൗണ്ട് കൂട്ടുകയുണ്ടായി 1830 കോടി രൂപയിലേക്ക്. മാത്രവുമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ 3 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിട്ട് മാറിയതോടുകൂടി മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ വീണ്ടും തിരിച്ചെടുക്കുവാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും അവരുടെ ഭാഗത്ത് നിന്ന് ബൈ തുടരുകയാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുവാൻ പ്രധാന പങ്ക് വഹിക്കുമെന്നുള്ളതിനാൽ തന്നെ ഈ ആഴ്ചയിൽ SME സെഗ്മെന്റിലേക്ക് മാത്രം 11 IPOസിന്റെ ഇഷ്യൂ ആണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. 11 IPOസിനും കൂടി 750 കോടി രൂപ മൂല്യവും വരും. ഇതിനു പുറമെ മെയിൻ ബോർഡിലേക്ക് ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ സബ്സ്ക്രിപ്ഷനും നാളെ തിങ്കളാഴ്ച മുതൽ ഓപ്പൺ ആകുന്നുണ്ട്. ഈ ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒത്തിരിയേറെ IPOകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രൈമറി മാർക്കറ്റിന്റെ ആക്ഷൻസ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടാതെ ഈ വരുന്ന ആഴ്ചയിൽ 11 സ്റ്റോക്കുകളുടെ ആങ്കർ ലോക്ക് ഇൻ എക്സ്പയറിയാണ്. പ്രധാനമായും VMS TMT, ഹൈ വാല്യൂ ഇൻഫോ സൊല്യൂഷൻസ്, സാത്വിക് ഗ്രീൻ എനർജി, GK എനർജി, ഗണേഷ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ്, സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ്, ശേഷായി ടെക്നോളജീസ്, ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ആനന്ദ് രതി, ഏരീസ് ഇൻഫ്രാ സൊല്യൂഷൻസ് തുടങ്ങി 11ഓളം സ്റ്റോക്കുകളുടെ ലോക്കിംഗ് പീരീഡ് അവസാനിക്കുമെന്നുള്ളതിനാൽ തന്നെ ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാകാൻ പോകുന്ന ആക്ഷൻസും നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. കാരണം പല നിക്ഷേപകരും ലാഭത്തിലാണെങ്കിൽ വലിയ തോതിൽ തന്നെ ഇവയിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് വിറ്റിറങ്ങാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ലാത്തതിനാൽ തന്നെ ഈ വരുന്ന ആഴ്ചയിൽ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് നിഫ്റ്റിക്ക് ഒരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. കൂടാതെ കഴിഞ്ഞ 2 ആഴ്ചകളിലും 25,700 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ഡിഫെൻഡ് ചെയ്യുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ വരാൻ പോകുന്ന ആഴ്ചയിൽ 25,700 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല.
അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയിൽ അനലിസ്റ്റുകളും എക്സ്പെർട്ടുകളൊക്കെ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 91 എന്ന ലെവൽ ഭേദിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് ബുധൻ, വ്യാഴം, വെള്ളി ദിനങ്ങളിൽ അതിശക്തമായ തിരിച്ചുവരവ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് കൈവരിക്കുവാനും സാധിച്ചു. തൽഫലമായി വീക്ക്ലി ബേസിസിൽ 1% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്ത്യൻ രൂപയ്ക്കുമായി. മാത്രമല്ല, ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോയിൽ നിന്നും 2 രൂപയ്ക്ക് മുകളിൽ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ വീണ്ടും ശക്തി ആർജിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഗുണകരമായി തന്നെ മാറും. ഈ ആഴ്ചയിലും പ്രധാനപ്പെട്ട കമ്പനികളുടെ കോർപ്പറേറ്റ് ആക്ഷൻസ് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. നാളെ 22-ാം തീയതി തിങ്കളാഴ്ച റെപ്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഇൻട്രീം ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആണ്. കൂടാതെ 1:2 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആണ് നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്സിന്റെ. തുടങ്ങി ഒത്തിരിയേറെ കമ്പനികൾ അവയുടെ റൈറ്റ് ഇഷ്യൂവിന്റെയും ഇൻട്രീം ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയൊക്കെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഈ ആഴ്ചയിലായതിനാൽ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായി ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റിക്കും നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി ഗ്രൂപ്പ് അടുത്ത 5 വർഷത്തിനുള്ളിൽ വിമാനത്താവള ബിസിനസ്സിൽ 1 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ, HDFC മ്യൂച്വൽ ഫണ്ട് 0.5% ഓഹരികൾ സ്റ്റോക്കിൽ വാങ്ങുകയുണ്ടായി. IIFL ഫൈനാൻസ് മുൻ RBI ഡെപ്യൂട്ടി ഗവർണറായ ശ്രീ BP കനുങ്കോയെ കമ്പനിയുടെ ചെയർമാനായിട്ട് നിയമിച്ചു. സിപ്ല ഫൈസറുമായിട്ട് കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. GMR എയർപോർട്ട്സ് ലിമിറ്റഡ് ഡൽഹി ഡ്യൂട്ടി ഫ്രീ സർവീസിലെ 49.9% ഇക്വിറ്റി ഓഹരികൾ അതിന്റെ അനുബന്ധ കമ്പനിയായ DIAL നിന്ന് 183 കോടി രൂപയ്ക്ക് കമ്പനി ഏറ്റെടുത്തു. അമിക് ഫോർജിംഗ് ലിമിറ്റഡ് കമ്പനി 2025 ഡിസംബർ 20 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ പ്രിയങ്കർ ഘോഷിനെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കുകയുണ്ടായി. അർമാൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് മുൻകാല നികുതി വിലയിരുത്തൽ പിഴവുകൾ ആരോപിച്ച് സെക്ഷൻ 263 പ്രകാരം ആദായ നികുതി വകുപ്പ് 2017-18 അസസ്മെന്റ് വർഷത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കമ്പനിക്ക് നൽകുകയുണ്ടായി. ഏവർക്കും ശുഭസായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.